റീഡിംഗ് ഡേ ക്വിസ്. എന്നാണ് വായനാ ദിനം? എന്നാണ് വായനാ ദിനം? ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? 1996 P.N. പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? P.N. പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. P.N. പണിക്കർ ജനിച്ചതെവിടെയാണ്? P.N. പണിക്കർ ജനിച്ചതെവിടെയാണ്? നീലംപേരൂർ, ആലപ്പുഴ. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? 2004 ജൂൺ 19. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ തുഞ്ചൻ പറമ്പ്, മലപ്പുറം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം? മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം? ഉണ്ണുനീലി സന്ദേശം. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയതാര്? നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയതാര്? മാധവിക്കുട്ടി. കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? മലയാളം. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉറുദു ഭാഷ. ലോക ഗ്രന്ഥശാലാ ദിനം എന്നാണ്? ലോക ഗ്രന്ഥശാലാ ദിനം എന്നാണ്? സെപ്റ്റംബർ 14. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവാരാണ്? യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവാരാണ്? ലിയോ ടോൾസ്റ്റോയി. P.N. പണിക്കർ ജനിച്ചതെന്നാണ്? P.N. പണിക്കർ ജനിച്ചതെന്നാണ്? 1901. P.N. പണിക്കർ അന്തരിച്ചതെന്നാണ്? P.N. പണിക്കർ അന്തരിച്ചതെന്നാണ്? 1995. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 25 വരെ. അല്ലമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? അല്ലമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാരാണ്? ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാരാണ്? ചെമ്മനം ചാക്കോ. Thank you.